we no longer need as many temporary foreign workers. We need Canadian businesses to invest in training and technology and not increasing their reliance on low-cost foreign labor. It's not fair to Canadians struggling to find a good job, and it's not fair to those temporary foreign workers, some of whom are being mistreated and exploited. We are tightening the rules and restricting eligibility to reduce the number of low-wage temporary foreign workers in Canada, with exceptions in certain industries like healthcare, construction, and food security. So to those who would complain about worker shortages, here's my message. There is no better time to hire and invest in Canadian workers. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തായിരുന്നു. അതിപ്പം കണ്ടവരും കേട്ടവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. അവസാനം ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പണിയാണ് കാനഡ ഗവൺമെൻറ് ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന് ഇനി വേണ്ടാന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് എന്ന് പറയുമ്പം LMI എടുത്ത് വരുന്ന ഫോറിൻ വർക്കേഴ്സ് മാത്രമല്ല, സ്റ്റുഡൻ്റായിട്ട് വന്ന് PG ഡെവലപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ, PR വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന സ്പൗസുമാർ, അല്ലെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റഗറീസിനൊക്കെ ഇനി PR കുറച്ചുകൂടി ഹാർഡാകാൻ പോവുകയാണ്. അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം. പിന്നെ എന്തിന് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് സ്കാമുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ LMIA എന്നുള്ള ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയിട്ട് കാനഡയിൽ ഓൾറെഡി 12% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഈ 12% ഓൾറെഡി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളപ്പോൾ ഇവർ പുറത്തുനിന്ന് ആളെ ഹയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ലോ വേജ് LMIA പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റി അവർ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലൊക്കെ ജോലി ചെയ്യുമ്പം എംപ്ലോയർ പറയുന്നത് കേട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ടു റെഫ്യൂസ്, അല്ലെങ്കിൽ നമുക്ക് അൺസേഫായുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റും. അതിനുള്ളൊരു റൈറ്റൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിൽ നമ്മളൊരു എംപ്ലോയർ അണ്ടർ ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയറിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ. കാര്യം അയാൾ പറയുന്നത് ചെയ്തില്ല എങ്കിൽ അയാൾ നമ്മളെ പിരിച്ചുവിട്ടാൽ നമുക്ക് ഈ വർക്ക് പെർമിറ്റ്, ആ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ഉപയോഗിച്ച് വേറൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാനോ പൈസ ഏൺ ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ അതേപോലെ അയാൾ ശമ്പളം തരാതിരിക്കും, അല്ലെങ്കിൽ അയാൾ കൂടുതൽ നമ്മളെ കൊണ്ട് ജോലി എടുപ്പിക്കും. അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ ടോർച്ചർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനായിരുന്നു ഈ ലോ വേജ് LMI ഓപ്ഷൻ. അത് മോസ്റ്റ്ലി വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നവർ അണ്ടർ ദ ടേബിളും അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നൊരു ഓപ്ഷനായിരുന്നു ഈ ലോ വേജ് LMIA. സോ അത് ഇവിടുത്തെ എംപ്ലോയേഴ്സ് വല്ലാണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയത്. കാര്യം ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു സെനറ്റ് കൂടിയായിരുന്നു. അവർ ഈ എക്സ്പ്ലോയിറ്റേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് അവരിങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇവിടെ കനേഡിയൻസിനും അല്ലെങ്കിൽ ഇവിടെ ടെമ്പററി ഫോറിൻ വർക്കേഴ്സായിട്ട് ഇവിടെ നിലവിൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ, സ്പൗസ് വർക്ക് പെർമിറ്റിൽ, ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിൽ ഒക്കെ ഉള്ളവർക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ എംപ്ലോയർമാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, LMIA കണ്ടക്ട് ചെയ്ത് അസസ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ വാങ്ങിയിട്ട് പുറത്തുനിന്ന്, കാനഡയ്ക്ക് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരും. അപ്പം ഓൾറെഡി ഇവിടെ ഇത്ര ആളുകൾ ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിനകത്ത് ഒരു ലോജിക്ക് ഇല്ല. പക്ഷേ എംപ്ലോയർമാർക്ക് അതൊരു ലാഭമാണ്. ബിക്കോസ് ഇവിടെ ഉള്ള ഒരാൾ $20 ചെയ്യുന്നൊരു ജോലിക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പം അയാൾക്ക് 18 തരാനേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് കാനഡയിൽ എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അയാളതിന് വില്ലിങ് ആവും. ആ കോംപ്രമൈസാണ് എംപ്ലോയർക്ക് കിട്ടുന്ന ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ LMIA പ്രോസസ്സിലൂടെ ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ എംപ്ലോയർ ഡിമാൻഡ് ചെയ്യുന്ന പൈസ അണ്ടർ ദ ടേബിളിൽ ക്യാഷായിട്ടും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എംപ്ലോയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എംപ്ലോയർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ LMIA പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പണ്ടത് $5,000 ആയിരുന്നു. ഇപ്പോൾ $40,000, $60,000, $70,000, $1,00,000 വരെ പോകുന്നുണ്ട്. സോ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർക്ക് ഇത്രയും ക്യാപിറ്റലായിട്ടൊരു എമൗണ്ട് ബ്ലാക്ക് മണി പോലെ കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടൊക്കെയാണ് ഇവർ ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഇനി ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ പോപ്പുലേഷൻ കൂടി നല്ലതുപോലെ. ആഫ്റ്റർ കോവിഡ് ഇവിടെ ജോലി എടുക്കാൻ കനേഡിയൻസ് ഒരുപാട് പേര് ആ ടൈമിൽ, പോസ്റ്റ് കോവിഡ് ടൈമിൽ ബില്ലിങ് ആവാഞ്ഞത് കൊണ്ട് അന്ന് ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ കാനഡ നല്ലതുപോലെ ഡിപ്പെൻഡ് ചെയ്തു. പക്ഷേ ആ സിറ്റുവേഷനൊക്കെ മാറി ഇപ്പം എല്ലാവരും തിരിച്ച് ജോലിക്ക് വന്നു. പിന്നെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസായിട്ട് പിന്നെ ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് പ്രോഗ്രാം, കുറേ കോളേജ് സ്റ്റുഡൻറ്റ് പ്രോഗ്രാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നു.
പിന്നെ അവരുടെ സ്പൗസസ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് ഇവിടുത്തെ പോപ്പുലേഷനൊരു ഗ്രോത്ത് ഉണ്ടായപ്പോൾ കാനഡയ്ക്ക് അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആ ഒരു പേസിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ആ പേസിൽ ബിൽഡ് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചർ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് വന്നു. വേറെ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഒന്നും സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒന്നും വരാത്തതുകൊണ്ട് ജോബ് ഷോർട്ടേജ് ഉണ്ടായി. സോ ലിറ്ററലി പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ആ അവസ്ഥകളൊക്കെ 2025 നവംബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന് മുന്നേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഫിക്സ് ചെയ്താൽ മാത്രമേ അടുത്ത ഇലക്ഷൻ അവർക്ക് ജയിക്കാൻ പറ്റൂ. സോ അങ്ങനൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് ഇതിൻ്റെ ബിഹൈൻഡിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഫെഡറൽ പ്രോഗ്രാം അല്ലെങ്കിൽ ലോ വേജ് LMA പ്രോഗ്രാംസൊക്കെ നിർത്തുന്നത് കൊണ്ടുള്ള വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സ്പ്രസ് എൻട്രിയിൽ PR-ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഹൈലി കോമ്പറ്റീഷനാണ് റൈറ്റ് നൗ. ബിക്കോസ് ആവറേജ് ഒരു സ്കോർ പണ്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 450 അല്ലെങ്കിൽ ഒരു 470 ഒക്കെ ആയിരുന്നു സ്കോർ വന്നുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ 500 എബോവ് ആണ്. സോ ഈ 500 എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് സ്കോർ അല്ലെങ്കിൽ 507 ആണ് ഇന്നലെ വിളിച്ചത്. അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ള ഒരാൾക്ക് 450 ആണെങ്കിൽ അയാൾക്ക് ഒരു LMA കിട്ടിക്കഴിഞ്ഞാൽ 50 പോയിൻ്റ് കിട്ടും. ആ LMA സർട്ടിഫിക്കറ്റിൻ്റെ 50 പോയിൻ്റ് ക്ലെയിം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഒബ്വിയസ്ലി ഇയാൾക്ക് ഈ എക്സ്പ്രസൻറ്റിയുടെ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റും. ആ സ്കോർ മീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് PR കിട്ടും. സോ ആ 50 പോയിൻറ്റിന് വേണ്ടിയിട്ട് ഈ LMA എടുക്കാൻ ഇവർ വില്ലിങ് ആകും. പക്ഷേ എല്ലാവരും ഓപ്പണായിട്ട് LMA കൊടുക്കത്തില്ല ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ LMAയുടെ പ്രോസസ്സിങ്ങിന് ഗവൺമെൻറ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എംപ്ലോയി അല്ല അതിൻ്റെ ഫീസും അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടുന്ന ഫണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. എംപ്ലോയി ഉള്ളി വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എംപ്ലോയർമാർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പൈസ ചോദിക്കും. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു ചൂഷണം നടക്കാൻ ഇനി ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള ചൂഷണം നടക്കാതെ വരുമ്പോഴത്തേക്കും ഈ 50 പോയിൻറ്റ്സ് ആർക്കും വരാതാകുമ്പം ഗ്രാജുവലി ഈ 500-ൽ അല്ലെങ്കിൽ 450-ക്ക് മേളിലോട്ടുള്ള ആളുകളുടെ നമ്പർ കുറയും. എക്സ്പ്രസ് എൻട്രി പൂളിൽ 500 നോർമലി 500 അല്ലെങ്കിൽ 490 ഒക്കെ സ്കോർ ഉള്ളവർക്ക് PR കിട്ടും പെട്ടെന്ന്. അങ്ങനെ ഗ്രാജുവലി കട്ട് ഓഫ് സ്കോർ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയുടെ സ്കോർ ഡൗൺ ആവും. സോ അങ്ങനെ വരുമ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരു മേ ബി ഒരു 1 ഇയറിനകത്തൊരു 460-ലൊക്കെ സ്കോർ എത്താം. ഇതെൻ്റെ ഒരു ഹോപ്പാണ്. അല്ലെങ്കിൽ ഞാനത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. മേ ബി ഇനി വേറെ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും നടന്നു വരില്ല. എന്നാലും ഞാൻ പോസിറ്റീവായിട്ട് ഒരു ഹോപ്പ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്കപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. സോ കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിൽ കാനഡയെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് കരിയർ സാക്രിഫൈസ് ചെയ്യാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കാനഡയ്ക്ക് വരിക. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എങ്ങനെയെങ്കിലും കാനഡയിൽ വന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. എൻഡ് ഓഫ് ആൻ എറ അതൊക്കെ കഴിഞ്ഞു. ഇനി കറക്റ്റ് ഒരു കരിയർ പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നേഴ്സായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് ജോലി എടുത്ത് രക്ഷപ്പെടാൻ പറ്റും. കാര്യം നേഴ്സസിന് ഇവിടെ ആവശ്യമുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലിയുള്ള ഒരാൾ അല്ലെങ്കിൽ കാർപ്പൻ്ററായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അങ്ങനെയുള്ള ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതൊക്കെയാണ് കാനഡയുടെ പുതിയ ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. സോ അതൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ട് ഇവിടെ വരിക. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ, ടേക്ക് കെയർ.